ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ NTA നടത്തുന്ന CUET UG എക്സാമിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ? ഇനി അധിക ദിവസങ്ങൾ നമുക്ക് മുമ്പിലില്ല. നമുക്ക് പഠിച്ചു തുടങ്ങാൻ സമയമായി. എന്നാൽ പിന്നെ ഇങ്ങ് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. 2024 NTA നടത്തിയ എക്സാമിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ചോദിച്ചതായി കാണപ്പെട്ടു. നമുക്കിന്ന് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഭാഗങ്ങളും പഠിക്കാം. അപ്പോൾ നമുക്കധികം താമസിയാതെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയാലോ? ആദ്യം നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് കഴിഞ്ഞ വർഷം വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതാണ് ചോദ്യം. ഏതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽ ഓഫ് ഗുഡ്സ്, സെയിൽ ഓഫ് പീരിയോഡിക്കൽസ്, സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, സെയിൽ ഓഫ് അസറ്റ്സ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടു, അതുമായി ബന്ധപ്പെട്ട 4 ഓപ്ഷനുകളും കണ്ടു. ഇനി നമുക്ക് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് നോക്കാം. ചിലർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം മനസ്സിലായി കാണും. എങ്കിലും നമുക്ക് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ തരത്തിലുള്ള റവന്യൂസാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉള്ളതെന്നും ടൈപ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളും നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് നോക്കാം. അപ്പോൾ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ is an entity that is created and operated for charitable or socially beneficial purposes rather than to make a profit. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം അല്ലാതെ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സോഷ്യലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുക അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന് വേണ്ടിയല്ലാതെ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മെയിൻലി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സെർവ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടാവാം, സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റിസർച്ചുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ചാരിറ്റബിൾ പർപ്പസ് വേണ്ടിയിട്ടാവാം, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആയിരിക്കാം ഒരു നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിറ്റററി ആൾക്കാരുടെ സാക്ഷരത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികളായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാരുടെ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആവാം. ഇങ്ങനെ സൊസൈറ്റിക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഓർഗനൈസേഷനുകളെ, പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടുകൂടി അല്ലാതെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുകളെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് നോട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഏതൊരു ഓർഗനൈസേഷനും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് സോഴ്സ് ഓഫ് ഇൻകം വേണം. നമുക്കറിയാം, ഏത് ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് സ്ഥാപനമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ തന്നെ നോക്കൂ, ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും അവർക്ക് എന്താവശ്യമുണ്ട്? അവർക്ക് മുമ്പോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ നീഡുകളുണ്ട് അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ ആവശ്യമുണ്ട്, ഫൈനാൻഷ്യൽ റിസോഴ്സുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അതിൻ്റെ ഫങ്ഷനിങ്ങിന് എന്താവശ്യമുണ്ട്? അവർ ഈ പറയുന്ന വെൽഫെയർ ആക്ടിവിറ്റീസൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അവർക്ക് എന്താവശ്യമുണ്ട്? ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അവരുടെ ഈ ഫണ്ട് റിസോഴ്സുകൾ? അതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റായിട്ട് പറയുന്നത് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഡൊണേഷൻസ് ആണ്. നമുക്കറിയാം, നമ്മളെ പല ഓർഗനൈസേഷനുകളിൽ നിന്നും ഇതുപോലുള്ള യൂണിസെഫുകളൊക്കെ ഈ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വലിയ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ യൂണിസെഫിൽ നിന്നൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ടല്ലേ, ഡൊണേഷനുകൾ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും മെയിനായിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു മെയിൻ സോഴ്സാണ് എന്തെന്ന് പറയുന്നത്? ഡൊണേഷൻസ് എന്ന് പറയുന്നത്. ഡൊണേഷനുകൾ തന്നെ പല രീതിയിലുള്ള ഡൊണേഷൻസ് ഉണ്ട്.
ഇൻഡിവിജ്വൽ ഡൊണേഷൻസ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾ കൊടുക്കുന്ന ഡൊണേഷനുകൾ, അതിൻ്റെ അകത്ത് തന്നെ ക്യാഷായിട്ട് കൊടുക്കുന്ന ഡൊണേഷനുകളുണ്ട്, അതല്ലാതെ കൈൻഡായിട്ട് സാധനങ്ങളായി കൊടുക്കുന്ന ഡൊണേഷൻസ് ഉണ്ട്. അപ്പോൾ ഡൊണേഷനുകൾ തന്നെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ മെയിൻലി കൊടുക്കുന്ന, അല്ലെങ്കിൽ മെയിൻലി ഡൊണേഷൻസ് എന്ന രീതിയിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന ഡൊണേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പല രീതിയിലുള്ള ഡൊണേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ ഡൊണേഷൻ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ഡൊണേഷൻ. ഒരു വ്യക്തി കൊടുക്കുന്ന ഡൊണേഷനുകളെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മാച്ചിങ് ഗിഫ്റ്റ്സുകൾ, പിയർ ടു പിയർ ഫണ്ട് റേസിങ്, ഓൺലൈൻ ഡൊണേഷൻ, ഇൻ കൈൻഡ് ഡൊണേഷൻ, സ്റ്റോക്ക് അസറ്റ് ഡൊണേഷൻ, ഗവൺമെൻറ് ഫണ്ട് റേസിങ്, വർക്ക് പ്ലേസ് ഡൊണേഷൻ, വോളണ്ടറിങ്, ഇങ്ങനെ പല രീതിയിലുള്ള ഡൊണേഷൻസ് ഉണ്ട്. ഈ ഓരോ ഡൊണേഷനുകളെ കുറിച്ചും നിങ്ങൾ പ്രത്യേകം പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ഏതൊക്കെയാണ് ഈ ഡൊണേഷനുകൾ എന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഡൊണേഷൻസ് ആണ്. അപ്പം നമ്മൾ പലതരത്തിലുള്ള ഡൊണേഷനുകൾ കണ്ടു. അപ്പം നമ്മൾ പറഞ്ഞു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡൊണേഷനാണ്. ഇനി അതല്ലാതെ മറ്റു പലതരത്തിലുള്ള റിസോഴ്സുകളും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുണ്ട്. അതിൽപ്പെടുന്ന രണ്ടാമത്തെ റിസോഴ്സാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാൻറ്റ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് പല രീതിയിലുള്ള ഗ്രാൻറ്റുകൾ ആർക്ക് കൊടുക്കാം, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കൊടുക്കാറുണ്ട് അതിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ആൾക്കാർ എന്തെടുക്കാറുണ്ട്, മെമ്പർഷിപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ, അതായത് ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിറ്റിക്കൊക്കെ താല്പര്യമുള്ള പല വ്യക്തികളും പോയി ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് ആവാറുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് ആവുന്ന സമയത്ത് അവർ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായി ഓരോ ഫീസുകൾ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഫീസുകൾ, ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ വാങ്ങാറുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ ഫീയും എന്താണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു റിസോഴ്സാണ്. അടുത്തതാണ് ഈവൻറ്റ്സുകൾ. അപ്പോൾ നമുക്ക് അറിയാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. പലതരത്തിലുള്ള റിസോഴ്സുകൾ, 3 തരത്തിലുള്ള റിസോഴ്സുകൾ നമ്മൾ കണ്ടു. ഒന്ന് ഡൊണേഷനായിട്ട് നമുക്ക് റിസോഴ്സ് ഉണ്ട്, പിന്നെ ഗ്രാൻസുകൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു റിസോഴ്സാണ്, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ ഒരു റിസോഴ്സാണെന്ന് പറഞ്ഞു. ഇതിലൊന്നും പെടാത്ത മറ്റൊരു തരത്തിലുള്ളൊരു റിസോഴ്സാണ് ഇവൻറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഇവൻറ്റുകൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സോഷ്യലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റോ ഒരു പ്രോഗ്രാമോ എന്തെങ്കിലുമൊക്കെ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഹോസ്റ്റ് ചെയ്ത് അതുവഴി ലഭിക്കുന്ന ഇൻകം എന്തായിട്ട് എടുക്കാറുണ്ട്, ഈ പറയുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫങ്ഷനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവൻറ്റ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവൻറ്റ്സുകൾ ഹോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പാണ്. നമുക്കറിയാം പല ജയൻറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള കമ്പനികൾ അവരുടെ CSR ആക്ടിവിറ്റിക്ക് വേണ്ടി എന്ത് ഉപയോഗിക്കാറുണ്ട്, ഫണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായി അവർ എന്ത് ചെയ്യാറുണ്ട്, ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾക്ക് ഫണ്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുവഴി ഈ വലിയ കമ്പനികൾ എന്തെങ്കിലുമൊക്കെ സ്പോൺസർഷിപ്പ്, ഫണ്ട് കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി സപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അതും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൺ ഓഫ് ദി മെയിൻ റിസോഴ്സുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടു എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നും ഏതൊക്കെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ റിസോഴ്സുകൾ എന്നുള്ളതും. അപ്പോൾ നമുക്ക് ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് നോക്കാം ഏതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്തെ മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മളൊന്നും കൂടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഏതാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ റിസോഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് ആണ്. മൂന്നാമത്തേത് സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ് ആണ്. നാലാമത്തേത് സെയിൽ ഓഫ് അസറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഒരെണ്ണം മാത്രമേ എന്തുള്ളൂ, നമ്മൾ റിസോഴ്സുകളായിട്ട് ഒരു 5 എണ്ണം പഠിച്ചതിൽ നിന്ന് ഒരേ ഒരു റിസോഴ്സ് മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ്റെ അകത്ത് തന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഏതാണ് ആ ഓപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു, എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ റിസോഴ്സുകളെന്നും
അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, അത് നമ്മൾ സോൾവ് ചെയ്യുകയും ചെയ്തു. അപ്പം നമ്മൾ അത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ഈ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത് വരുന്ന ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. സെക്ഷൻ 501 സബ്സെക്ഷൻ C3 പ്രകാരം എന്താണ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അതിൻ്റെ ഫണ്ടുകൾ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടോ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ സയൻറ്റിഫിക്കോ ലിറ്റററി പർപ്പസിന് വേണ്ടിയിട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി റിലീജിയസ് നോൺ പ്രോഫിറ്റ്, അതും ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. റിലീജിയസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും മതമായി ബന്ധപ്പെട്ട് ആ മതത്തിലെ എന്തെങ്കിലുമൊക്കെ എത്തിക്കൽ കോഡുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് മതപാഠശാലകൾ എന്ന് പറയുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പാലിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂസുകൾ പഠിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. അത് റൺ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് മോട്ടീവിൻ്റെ ബേസിസിലല്ല, ആൾക്കാരിലേക്ക് ആ വാല്യൂസ് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന ഓർഗനൈസേഷനുകളെയും നമ്മൾ എന്തായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് അടുത്തൊരു ടൈപ്പാണ് ട്രേഡ് ആൻഡ് പ്രൊഫഷണൽ അസോസിയേഷൻ. സെക്ഷൻ 501 സബ്സെക്ഷൻ C6. ഇതിൻ്റെ അകത്ത് പറയുന്നത് The organizations promote good business conditions and may engage in political activity. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻ ബിസിനസ്സിൻ്റെ കണ്ടീഷനുകളെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷനുകളെയും നമ്മൾ എന്തായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവരെന്തിലും എൻഗേജ് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസുകളിലും എൻഗേജ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ഒരു ഒരു ബിസിനസ്സോ കണ്ടീഷനുകളെ കുറച്ചും കൂടെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി എടുക്കുകയാണെന്ന് വിചാരിച്ചപ്പം ഒരു നമുക്കറിയാവുന്ന തന്നെ ട്രേഡേഴ്സ് അസോസിയേഷൻ ഒക്കെ ഇല്ലേ. അപ്പോൾ ട്രേഡേഴ്സ് അസോസിയേഷൻ ഫങ്ഷൻ ചെയ്യുന്നത് അവിടെയുള്ള ട്രേഡേഴ്സിൻ്റെ ഒക്കെ വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരെന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ആ ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്. ഓരോ ബിസിനസ് ആക്ടിവിറ്റി ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ കടകളും ഫങ്ഷൻ ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ആ കടകളിലെ ഓണേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അസോസിയേഷനുകൾ, ട്രേഡ് അസോസിയേഷനുകളൊന്നും ഈ പറയുന്ന പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള ഓർഗനൈസേഷനുകളെയാണ് നമ്മൾ സെക്ഷൻ 501C സബ്സെക്ഷൻ 6 അകത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി സെക്ഷൻ 501C സബ്സെക്ഷൻ 7 പ്രകാരം സോഷ്യൽ ആൻഡ് റീക്രിയേഷണൽ ക്ലബ്ബുകളെ നമ്മൾ എന്തായിട്ടാണ് കരുതുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് കരുതുന്നത്. ദീസ് ഓർഗനൈസേഷൻസ് ഓർഗനൈസ് ആക്ടിവിറ്റീസ് ഫോർ റീക്രിയേഷൻ ഓർ സോഷ്യലൈസേഷൻ സച്ച് ആസ് സ്പോർട്സ് ലീഗ്സ് ആൻഡ് കൺട്രി ക്ലബ്സ്. അപ്പം ഓർഗനൈസേഷനുകൾ എന്തെങ്കിലുമൊക്കെ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആൾക്കാരുടെ റീക്രിയേഷന് വേണ്ടിയിട്ടോ സോഷ്യലൈസേഷന് വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഓർഗനൈസേഷനുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൺട്രി ക്ലബ്ബുകൾ അല്ലെങ്കിൽ സ്പോർട്സ് ലീഗുകൾ, ഇതൊക്കെ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കണ്ടു. നമുക്ക് 2 നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൂടാണ് കാണാനുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിഷ്യറി അസോസിയേഷനാണ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എംപ്ലോയീസിൻ്റെ വെൽഫെയർ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അവർക്ക് ബെനിഫിഷ്യലായിട്ട് ഉള്ള പർപ്പസിന് വേണ്ടിയിട്ട്, അവർക്ക് ടാക്സ് എക്സെംഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അസോസിയേഷനാണ് നമ്മൾ എംപ്ലോയി ബെനിഫിഷ്യറി അസോസിയേഷൻസ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ എന്തായിട്ടാണ് കരുതുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് കരുതുന്നത്. കാരണം ഇവിടെ അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമില്ല. എംപ്ലോയീസിന്, വർക്കിംഗ് എംപ്ലോയീസിന് അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ള ഉദ്ദേശമാണുള്ളത്. പിന്നെ പറയുന്നത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ്. നമുക്കറിയാം കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ സഹകരണ സംഘം. അവിടെ മെയിൻലി കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെ എന്തിനാണ്? എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അതായത് അവിടുത്തെ മെമ്പേഴ്സിന്, ആ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുള്ള മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇവിടെ മെയിൻലി ഫാർമേഴ്സിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെയും നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഈ ചിലപ്പോൾ ചന്തകളിലൊക്കെ ഈ കർഷക വിപണന മേള അല്ലെങ്കിൽ കർഷക വിപണന സംഘം എന്നൊക്കെ പറഞ്ഞ് ചില കടകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് ആ ലൊക്കാലിറ്റിയിലുള്ള കർഷകരൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം കൊണ്ടുവന്ന് അവിടെ കൊടുക്കും. അവർ അതിനൊരു വില, കസ്റ്റമേഴ്സ് വന്ന് മേടിക്കും, അതിൻ്റെ ഒരു വില എന്ത് ചെയ്യും? കർഷകർക്ക് കൊടുക്കും. അവിടെ അവരൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു മെക്കാനിസത്തിന് വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന പകരം ആ കർഷകരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അവിടെ ഒരു നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ളൊരു മോട്ടീവിൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഓർഗനൈസേഷൻസ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനും എന്തിൻ്റെ കാറ്റഗറിയിൽ പെടും? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കാറ്റഗറിയിൽ പെടും. അപ്പം നമ്മൾ ആദ്യമേ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് കണ്ടു, അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിസോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഓൾറെഡി റിസോഴ്സുകളുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഇനി നമുക്ക് 2024 NDA CUETയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ലൈബ്രറീസ് റൺ ബൈ ചാരിറ്റബിൾ ട്രസ്റ്റസ് ആർ എക്സാമ്പിൾ ഓഫ് പാർട്ണർഷിപ്പ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, കമ്പനീസ്, കോപ്പറേറ്റീവ്സ്. അപ്പം ചോദ്യം ഇതാണ്: ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് റൺ ചെയ്യുന്ന ലൈബ്രറീസിനെ നമ്മൾ എന്തിൻ്റെ എക്സാമ്പിളാണ് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് റൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈബ്രറീസ്, ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തിൽ പെടുന്നതാണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പെടുന്നതാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്തായാലും അതിൻ്റെ ഉത്തരമല്ല. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെ നമ്മുടെ ഉത്തരം വന്നിട്ടുണ്ട്. പിന്നെ 3 എന്ന് പറയുന്നത് കമ്പനീസ്. ചാരിറ്റബിൾ ട്രസ്റ്റ് റൺ ചെയ്യുന്ന ലൈബ്രറി കമ്പനിയുടെ പാർട്ടല്ല, കമ്പനി ആവില്ല ഒരിക്കലും, അല്ലെങ്കിൽ കമ്പനിക്ക് എക്സാമ്പിൾ അല്ല. പിന്നെ കോപ്പറേറ്റീവ്സിൽ പെടുന്നതല്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ റിസോഴ്സുകൾ, ഏതൊക്കെ ടൈപ്സാണ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യനുകൾ കണ്ടു. അപ്പോൾ ഈ ഏരിയാസൊക്കെ റിപ്പീറ്റഡായി പരീക്ഷയ്ക്ക് കണ്ടുവരുന്ന ഏരിയാസാണ്. അപ്പം നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന എന്നാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ ഈ ഏരിയാസൊക്കെ പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക.